PMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. PM ശ്രീ CPI മന്ത്രിമാർ രാജിയിലേക്ക്, മന്ത്രിമാരെ പിൻവലിക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നു. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട സർക്കാർ നിലപാടിനെതിരായി കടുത്ത നിലപാട് സ്വീകരിക്കുവാൻ CPI നീക്കം. മന്ത്രിമാരെ പിൻവലിക്കണമെന്ന ആവശ്യം നേതൃതലത്തിൽ ശക്തമായി നിലനിൽക്കുകയാണ്. മന്ത്രിമാരെ രാജിവെപ്പിച്ച ശേഷം പുറത്തുനിന്നും പിണറായി സർക്കാരിനെ പിന്തുണയ്ക്കണമെന്ന ആവശ്യത്തിനാണ് മുൻതൂക്കം. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഭൂരിപക്ഷത്തിനും മന്ത്രിമാരെ പിൻവലിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തണം എന്നാണ് അഭിപ്രായം. സർക്കാരിന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ CPIക്കകത്തും പുറത്തും നേതാക്കൾ രൂക്ഷ വിമർശനം ഉയർത്തുന്നുണ്ട്. CPI സെക്രട്ടേറിയറ്റിലെ 9 അംഗങ്ങളിൽ ഭൂരിഭാഗം പേർക്കും മന്ത്രിമാരെ പിൻവലിക്കണം എന്നാണ് നിലപാട്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ഭൂരിഭാഗം പേർക്കും സമാന നിലപാട് തന്നെയാണുള്ളത്. സംസ്ഥാന കൌൺസിലിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇത്ര ശക്തമായ ഒരു നടപടി സ്വീകരിക്കുവാനും മന്ത്രിമാരെക്കൊണ്ട് രാജിവെപ്പിക്കുവാനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ധാർമ്മിക കരുത്തുണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതേസമയം സർക്കാരിനെ പൂർണ്ണമായി തള്ളാതെയാണ് K. പ്രകാശ് ബാബുവിന്റെ പ്രതികരണം. CPI അപമാനിക്കപ്പെട്ടു എന്ന തോന്നലിലല്ല എന്നും ചർച്ചകൾ വരട്ടെയെന്നും പ്രകാശ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. നയപരമായ കാര്യത്തിൽ ഗവൺമെന്റ് സെക്രട്ടറി ഒപ്പിടുവാൻ പാടില്ലാത്തതാണ്. CPIയും CPIഎമ്മും പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെ നിലപാട് എടുത്തിട്ടുള്ളതാണ്. ഇടതുപക്ഷ നയം അതുപോലെ നടപ്പിലാക്കുവാൻ ഒരു ഗവൺമെന്റിന് കഴിഞ്ഞെന്ന് വരില്ലെന്നും പ്രകാശ് ബാബു പറഞ്ഞു. മധ്യപ്രദേശിൽ ദീപാവലി ആഘോഷത്തിനിടെ കാർബൈഡ് ഗൺ ഉപയോഗിച്ചു 14 കുട്ടികൾക്ക് കാഴ്ച നഷ്ടമായി. മധ്യപ്രദേശിൽ കാർബൈഡ് ഗൺ ഉപയോഗിച്ചുള്ള ദീപാവലി ആഘോഷത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട കുട്ടികളുടെ എണ്ണം 14ആയി. 300-ലധികം പേർക്ക് പരിക്കേറ്റു. കാർബൈഡ് ഗൺ കച്ചവടം നടത്തിയ 4 പേരെ അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് അറിയിച്ചു. കളിപ്പാട്ടമെന്ന് കരുതി കുട്ടികൾ കാർബൈഡ് ഗൺ ഉപയോഗിച്ചതാണ് ദുരന്തത്തിൽ കലാശിച്ചത്. 14 കുട്ടികൾക്ക് ഇതുവരെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 300-ലധികം പേർക്ക് പരിക്കേറ്റു. ഭോപ്പാൽ, ഇൻഡോർ, ജബൽപൂർ, ഗ്വാളിയോർ ജില്ലാ ആശുപത്രികളിലെ നേത്ര ചികിത്സാ വാർഡുകൾ ഇതിനകം കുട്ടികളെക്കൊണ്ട് നിറഞ്ഞു. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പരിക്കേറ്റത് വിദിഷ ജില്ലയിലാണ് എന്നാണ് വിവരം. കാർബൈഡ് ഗൺ പൊട്ടിത്തെറിയിൽ ലോഹ കഷ്ണങ്ങളും കാർബൈഡ് വാതകവും പുറന്തള്ളപ്പെട്ടതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. സംഭവത്തിന് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിൽ 100ഓളം കാർബൈഡ് ഗണ്ണുകൾ പിടിച്ചെടുത്തു. കാർബൈഡ് ഗൺ കച്ചവടം നടത്തിയ 4 പേരെ അറസ്റ്റ് ചെയ്തു. സർക്കാർ ഈ മാസം 18-ന് നിരോധനം ഏർപ്പെടുത്തിയിട്ടും പ്രാദേശിക ചന്തകളിൽ കാർബൈഡ് ഗൺ പരസ്യമായി വിറ്റഴിച്ചതായാണ് വിവരം. കുരങ്ങുകളെയും പക്ഷികളെയും തുരത്താൻ കർഷകർ ഉപയോഗിക്കുന്നതാണ് ഇത്തരം കാർബൈഡ് ഗണ്ണുകൾ. PM ശ്രീ CPIഎമ്മിന് CPIയേക്കാൾ വലുതാണ് BJP എന്ന് തെളിയിക്കുന്ന സംഭവം VD സതീശൻ. കേരളം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചതിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIഎമ്മിന് ഇപ്പോൾ CPIയേക്കാൾ വലുതാണ് BJP എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവമെന്നും CPIഎം BJP ബാന്ധവത്തെ പറ്റിയുള്ള നിരവധിയായ പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഈ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. നാണക്കേട് സഹിച്ച് മുന്നണിയിൽ തുടരണോ എന്ന് CPI തീരുമാനിക്കട്ടെയെന്നും VD സതീശൻ പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനെതിരായിട്ടാണ് CPIഎം ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിസഭ PM ശ്രീ പദ്ധതിയിൽ ഇങ്ങനെ ഒരു നിലപാട് ആരോടും ആലോചിക്കാതെ എടുത്തത്. ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ, പ്രതിപക്ഷവുമായി പോലും ആലോചിക്കാതെ ഇങ്ങനെ ഏകപക്ഷീയമായ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലിന്റെ ഭാഗം കൂടിയായിട്ടാണ്. CPIഎമ്മിന് ഇപ്പോൾ CPIയേക്കാൾ വലുതാണ് BJP എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. CPIഎം BJP ബാന്ധവത്തെ പറ്റിയുള്ള നിരവധിയായ പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഈ നിലപാട് അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള. ഉണ്ണികൃഷ്ണൻ സ്വർണം തനിക്ക് വിറ്റെന്ന് ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധന്റെ മൊഴി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റെന്ന് കണ്ടെത്തൽ. പോറ്റി തനിക്ക് സ്വർണം വിറ്റെന്ന് കർണാടക ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം പോറ്റിയുമായി തെളിവെടുപ്പിന് SIT ഇന്ന് ബംഗളൂരുവിലേക്ക് തിരിച്ചു. ശബരിമലയിലെ ദ്വാരപാലക പാളികളിൽ നിന്നും വേർതിരിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റെന്ന് നിർണായക കണ്ടെത്തലാണ് SITക്ക് ലഭിച്ചത്. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 476 ഗ്രാം സ്വർണം വിപണി വിലയ്ക്ക് വിറ്റത്.
സ്വർണം വേർതിരിച്ചപ്പോൾ ബാക്കി വന്ന ഈ സ്വർണം പോറ്റിക്ക് നൽകിയത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. ഇക്കാര്യം ഗോവർദ്ധൻ SITയോട് സ്ഥിരീകരിച്ചു. 2012-13 കാലഘട്ടത്തിൽ ബംഗളൂരുവിലെ ശ്രീറാംപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ വച്ചാണ് പോറ്റിയുമായി പരിചയപ്പെടുന്നത്. ശബരിമലയിലെ പൂജാരി എന്ന് പറഞ്ഞാണ് പോറ്റി സ്വയം പരിചയപ്പെടുത്തിയത്. തന്നിൽ നിന്നും സ്പോൺസർഷിപ്പിന്റെ പേരിൽ പലപ്പോഴായി പോറ്റി സ്വർണം വാങ്ങി. വിവാദങ്ങൾക്കിടെ ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്നു. 2025 സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ വീഴ്ചയുണ്ടായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഇതിനിടെ പോറ്റിയുമായി തെളിവെടുപ്പിന് SIT ബംഗളൂരുവിലേക്ക് തിരിച്ചു. ബെല്ലാരിയിലെത്തി വിറ്റ സ്വർണം വീണ്ടെടുക്കുവാനും ശ്രമിക്കും. ഒപ്പം ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിലെത്തിയും തെളിവെടുപ്പ് നടത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരിച്ചെത്തിച്ച ശേഷം മുരാരി ബാബുവിനായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. ആനക്കൊമ്പ് കൈവശം വെച്ചെന്ന കേസ് ഉടമസ്ഥാവകാശം മോഹൻലാലിന് നൽകിയ വനം വകുപ്പ് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ആനക്കൊമ്പ് കൈവശം വെച്ചെന്ന കേസിൽ നടൻ മോഹൻലാലിന് തിരിച്ചടി. ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം മോഹൻലാലിന് നൽകിയ വനം വകുപ്പ് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. വനം വകുപ്പ് പുതിയ വിജ്ഞാപനം ഇറക്കണമെന്നും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2011 ഡിസംബർ 21 ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ നിന്നും 2 ജോഡി ആനക്കൊമ്പുകൾ കണ്ടെത്തിയിരുന്നു. തുടർന്ന് 2015 ആനക്കൊമ്പുകൾ ഡിക്ലയർ ചെയ്യുവാൻ സർക്കാർ അവസരം നൽകുകയായിരുന്നു. 2016 ജനുവരി 16 ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആനക്കൊമ്പിന്റെ ഉടമസ്ഥ സർട്ടിഫിക്കറ്റ് മോഹൻലാലിന് നൽകുകയും ചെയ്തു. ഈ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദ് ചെയ്തത്. പകരം പുതിയ വിജ്ഞാപനം ഇറക്കുവാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ ഉത്തരവിലെ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാണിച്ചാണ് കോടതി നടപടിയെന്ന് മോഹൻലാലിന്റെ അഭിഭാഷകൻ വിശദീകരിച്ചു. 2015 ഗസറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തതാണ് പിഴവായി കോടതി ചൂണ്ടിക്കാണിച്ചത്. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ആനക്കൊമ്പ് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻലാൽ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. PM ശ്രീ CPI ഇടതുമുന്നണിയിൽ നിന്നും പുറത്തുവരണം. സംയുക്ത സമരത്തിന് AIYFനെ സ്വാഗതം ചെയ്യുന്നു യൂത്ത് കോൺഗ്രസ്. PM ശ്രീ വിഷയം CPI ഇടതുമുന്നണിയിൽ നിന്നും പുറത്തുവരണമെന്ന യൂത്ത് കോൺഗ്രസ്. RSS നിയന്ത്രിക്കുന്ന സർക്കാരായി കേരളത്തിലെ സർക്കാർ മാറിയെന്ന് OJ ജനേഷ്. സംയുക്ത സമരത്തിന് AIYFനെ യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു. കാവ്യവൽക്കരണത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന പദ്ധതിയാണ് PM ശ്രീ. ഇതിൽ ഒപ്പുവച്ചതിന് പിറകിലെ രാഷ്ട്രീയ ലക്ഷ്യം എന്തെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണം. എന്തടിസ്ഥാനത്തിലാണ് നിലപാടിൽ നിന്നും പിറകോട്ട് പോയതെന്ന് സർക്കാർ വ്യക്തമാക്കണം. NEP എന്നത് നാഗ്പൂർ എഡ്യൂക്കേഷൻ പോളിസി. സംഘപരിവാറിന് കേരളത്തെ തീരെഴുതി കൊടുക്കുവാനാണ് ഈ പദ്ധതിയിൽ ഒപ്പുവച്ചതെന്നും OJ ജനേഷ് വ്യക്തമാക്കി. മഴ മുന്നറിയിപ്പിൽ മാറ്റം. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. മഴയുടെ ശക്തി കുറയും. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 6 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസത്തേക്ക് മഴ തുടരും. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക് തുടരുകയാണ്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. തെക്കൻ കർണാടകയ്ക്ക് മുകളിലും ന്യൂനമർദ്ദമുണ്ട്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദവും അടുത്ത മണിക്കൂറുകളിൽ രൂപപ്പെട്ടേക്കും. ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.